ഓം നമ ശിവായ. ABC ആസ്ട്രോ വേൾഡിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ പറയുന്നത് രാഹുകേതുക്കളുടെ രാശിമാറ്റത്തെ പറ്റിയാണ്. നിഴൽ ഗ്രഹങ്ങളായ രാഹുവും കേതുവും 1.5 വർഷങ്ങൾക്ക് ശേഷം രാശി മാറുകയാണ്. രാഹു മീനം രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്കും 2025 മെയ് 18 വൈകുന്നേരം 4:30 ഈ രാശിമാറ്റം സംഭവിച്ചിരിക്കുന്നത്. രാഹുവിനും കേതുവിനും പ്രത്യേകം വീടുകൾ ഒന്നും തന്നെയില്ല. ഇവർ പുറകിലോട്ട് സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളാണ്. രാഹു ഒരു മായാഗ്രഹമാണ്. ഇല്ലാത്തതിനെ ഉണ്ട് എന്ന് കാണിക്കും, ഉള്ളതിനെ ആണെങ്കിൽ അത് 10 മടങ്ങ് വലുതാക്കി കാണിക്കും. അതാണ് രാഹു ഗ്രഹത്തിൻ്റെ ഒരു പ്രത്യേകത. അതേസമയം കേതു ഒരു ആത്മീയ ഗ്രഹമാണ്. അകൽച്ചയെ സൂചിപ്പിക്കുന്നു. കാണുന്നതെല്ലാം സത്യമല്ല എന്ന് നമ്മളെ വിശ്വസിപ്പിക്കുന്നു. ജീവിതത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു കഴിയാനുള്ള ഒരു താല്പര്യം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുന്നു. കൂടാതെ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ രാഹുവും കേതുവും 2 പാപഗ്രഹങ്ങൾ രാശി മാറുമ്പോൾ മനുഷ്യരിൽ പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നു. രാഹുകേതുക്കൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പലതരത്തിലുമുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു. ജാതകത്തിൽ ഇവർ നിൽക്കുന്ന ഭാവമനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. തൊഴിൽ, ബിസിനസ്, ദാമ്പത്യം, സാമ്പത്യം ഇങ്ങനെ എല്ലാ മേഖലകളിലും, അതായത് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഈ രാഹുകേതുക്കൾ പലതരത്തിലുമുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. രാഹുവിൻ്റെ ഈ മാറ്റം നിലവിലെ ചിട്ടകളെ മറികടക്കുന്നു. നമ്മളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. പുതിയ മാർഗങ്ങൾ തേടാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. അതുപോലെ ഒരു തീരുമാനമെടുക്കാൻ നമ്മൾ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. കൂടാതെ ആലോചിക്കാതെ പ്രവർത്തിക്കാനുള്ള സമ്മർദ്ദം എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. കേതുവിൻ്റെ ഈ മാറ്റം മൂലം നമ്മളിലുണ്ടാകുന്ന അഹങ്കാരവും അഹന്തയുമെല്ലാം ഒഴിഞ്ഞു പോകുന്നു. സത്യസന്ധമായ മേൽനോട്ടം വഹിക്കാൻ പ്രേരിപ്പിക്കും. ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാണിടും. മനോവേദനയും നഷ്ടങ്ങളും സംഭവിക്കും. ഈ രാഹുകേതു രാശിമാറ്റം എല്ലാവർക്കും ഒരുപോലെ തന്നെ മാറ്റങ്ങൾ സംഭവിക്കണം എന്നില്ല. രാഹുകേതു 12 രാശിക്കാരെയും ഏതു രീതിയിൽ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ പറയുന്നത് ഒരു പൊതുഫലമാണ്. നിങ്ങളുടെ ജാതകത്തിൽ രാഹുകേതുക്കൾ നിൽക്കുന്ന സ്ഥാനവും നിലവിലെ ദശാഭുക്തിയും അനുകൂലമായി വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഗുണഫലങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഇത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ പൊതുവായിട്ടുള്ള ഒരു ഫലമാണ് പറയുന്നത്. നിങ്ങളുടെ ജാതകത്തിൽ ഉള്ളതനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നതായിരിക്കും. ഇനി രാഹുകേതുക്കളുടെ രാശിമാറ്റം 12 രാശിക്കാർക്കും നൽകുന്ന ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യത്തേത് മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ ഭാഗം ചേരുന്ന മേടം രാശി. മേടം രാശിക്കാർക്ക് രാഹു 12-ൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി രാഹു 11-ലും 6-ൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കേതു 5-ലും രാശി മാറുന്നു. രാഹുവും സർവാഭിഷ്ടസ്ഥാനമായ 11-ൽ വരുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ്. സാമ്പത്തികമായി ഉയർച്ചയുണ്ടാവും. സഹോദരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സഹായങ്ങൾ ലഭിക്കും. സോഷ്യൽ മീഡിയയിലെല്ലാം വർക്ക് ചെയ്യുന്നവർക്ക് പ്രശസ്തിയും ധനലാഭവും അങ്ങനെ ഉയർച്ചകൾ ഉണ്ടാകും. ബിസിനസ്സിൽ നിന്ന് വലിയ ലാഭം പ്രതീക്ഷിക്കാം. സിനിമാ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, അതുപോലെ കലാകായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ധനലാഭം ഉണ്ടാകുന്നതാണ്. വിദേശ യാത്രക്കെല്ലാം യോഗം കാണുന്നു. വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ശമ്പള വർധനവ് എന്നിവയ്ക്കും സാധ്യതയേറെയാണ്. പ്രശസ്തരായ വ്യക്തികളുമായി നേരിട്ട് ഇടപെടാനും അവരുടെ സൗഹൃദത്തിന് പാത്രമാവാനും യോഗം കാണുന്നു. അതിൽ നിന്ന് സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കളിൽ നിന്ന് സഹായങ്ങൾ പ്രതീക്ഷിക്കാം. വീട്, സ്ഥലം എന്നിവ വാങ്ങാനുള്ള യോഗവുമുണ്ട്. കുടുംബത്തിൽ ശുഭകാര്യങ്ങളൊക്കെ നടക്കും. ഇങ്ങനെ പല വഴികളിലൂടെയും നിങ്ങൾക്ക് അപ്രതീക്ഷിത ധനനേട്ടം ലഭിക്കുന്നതാണ്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതാണ്. സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്കും രാഷ്ട്രീയക്കാർക്കും ഉയർച്ച പ്രതീക്ഷിക്കാം. കാലാകാലങ്ങളായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ലഭിക്കുന്നതാണ്. കൂടാതെ കേതുവിൻ്റെ രാശിമാറ്റം മൂലം നിങ്ങൾക്ക് ആത്മീയ കാര്യങ്ങളിൽ വളരെയധികം താല്പര്യം വർദ്ധിക്കും. കുട്ടികൾ മൂലം വിഷമങ്ങൾ അനുഭവിക്കേണ്ടതായി വരും. പ്രണയിതാക്കൾക്ക് വേർപിരിയേണ്ട അവസരങ്ങൾ ഉണ്ടാകും. കുടുംബക്ഷേത്രം സന്ദർശിക്കും. ചില പേരുദോഷങ്ങളെല്ലാം അനുഭവിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. അതുപോലെ കുട്ടികൾ ഉണ്ടാവാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് കുറച്ച് കാലതാമസമൊക്കെ നേരിടേണ്ടതായി വരും. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഉദരം, കണ്ണ് തുടങ്ങിയവയ്ക്ക്
കൂടാതെ പിതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുക, തൊഴിൽ സ്ഥലത്ത് മേലധികാരികളുടെ സഹകരണമില്ലായ്മ എന്നിവയെല്ലാം അനുഭവിക്കേണ്ടതായി വരുന്നു. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അത്ര നല്ല ഒരു സമയമല്ല. പഠനകാര്യങ്ങളിൽ ഒത്തിരി പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പൂർവ്വജന്മത്തിൽ കർമ്മദോഷങ്ങളുണ്ടെങ്കിൽ അത് ഈ കാലഘട്ടത്തിൽ അനുഭവിക്കേണ്ടതായും വരും. ഓഹരി സംബന്ധിച്ച് ബിസിനസ് മേഖലകളിൽ ഈ സമയത്ത് കൂടുതൽ പണം മുടക്കരുത്. അപ്പോൾ മേടം രാശിക്കാർക്ക് രാഹു നല്ല ഫലങ്ങൾ നൽകുമ്പോൾ കേതു ഇടകലർന്നുള്ള ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് നൽകുക. അടുത്തത് ഇടവം രാശി. കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം ചേരുന്ന ഇടവം രാശി. ഈ രാഹുകേതുവിൻ്റെ രാശിമാറ്റം ഇടവം രാശിക്കാർ സ്വല്പം സൂക്ഷിക്കേണ്ടതായുണ്ട്. ഇവർക്ക് തൊഴിൽ രംഗത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. ചിലർക്ക് തൊഴിൽ നഷ്ടം ഉണ്ടായതിന് ശേഷം പുതിയ തൊഴിൽ ലഭിക്കുകയും ചെയ്യും. പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നവർ പങ്കാളികളെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പുതിയതായി ബിസിനസ്സിൽ പണമിറക്കുമ്പോൾ വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ആലോചിച്ചും മാത്രം ചെയ്യുക. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരും ജോലിക്കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ജോലിയിൽ നിങ്ങൾക്ക് പേരും പ്രശസ്തിയുമെല്ലാം ലഭിക്കുന്നതാണ്. എങ്കിലും പുതിയ ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിലവിലുള്ള ജോലി വിടുന്നതിന് മുൻപ് തന്നെ പുതിയ ജോലിയിൽ നിങ്ങൾക്ക് പ്രവേശനത്തിന് സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. കലാകായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ധനനേട്ടം ലഭിക്കുന്നതായിരിക്കും. അപ്രതീക്ഷിതമായ ഭാഗ്യം നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. ഇടവം രാശിക്കാരായ നിങ്ങൾക്ക് വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുമെങ്കിലും എല്ലാ കാര്യത്തിലും നിങ്ങളൊന്ന് സൂക്ഷിച്ചു തന്നെ മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ കേതുവിൻ്റെ രാശിമാറ്റം നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കാം. സുഖസൗകര്യങ്ങൾക്ക് നിങ്ങൾക്ക് കോട്ടം തട്ടാൻ സാധ്യതയേറെയാണ്. മാതാവിന് രോഗാവസ്ഥ വരാൻ സാധ്യതയുണ്ട്. ഒറ്റയ്ക്ക് ജീവിക്കണം എന്ന ഒരു തോന്നൽ മനസ്സിലുണ്ടാകും. വീട് വിട്ട് നിൽക്കേണ്ടതായി വന്നേക്കാം. ചിലർക്ക് വളരെ അടുത്തുള്ളവരുടെ വിയോഗത്തിന് സാധ്യതയുണ്ട്. വീട് വസ്തു ബന്ധപ്പെട്ട് ചില നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി യാത്രകൾ ഉണ്ടാവും. അടുത്തത് മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം ചേരുന്ന മിഥുനം രാശി. രാഹുകേതുവിൻ്റെ രാശിമാറ്റം മൂലം ഇവർക്ക് വിദേശ യാത്രക്ക് യോഗം കാണുന്നു. വിദേശ ജോലി നോക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. വിവാഹപ്രായമായവർക്ക് വിവാഹം നടക്കുന്നതാണ്. പ്രണയ സാഫല്യം ഉണ്ടാകുന്നതാണ്. പൂർവിക സ്വത്തുകൾ ലഭിക്കാനുള്ള യോഗം ഉണ്ടാകുന്നു. മുടങ്ങിക്കിടന്ന വഴിപാടുകൾ നടത്തും. അതുപോലെ തന്നെ കുടുംബക്ഷേത്രങ്ങൾ സന്ദർശിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കും. കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. എന്നിരുന്നാലും ആരോഗ്യപരമായി ഒന്ന് സൂക്ഷിക്കേണ്ടതാണ്. ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ജീവിത രീതിക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. കൂടാതെ നിങ്ങളുടെ പിതാവിന് രോഗങ്ങൾ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഭക്തി കുറച്ച് കൂടുതലായിരിക്കും. ക്ഷേത്ര ദർശനങ്ങളൊക്കെ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കും. സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുന്നതാണ്. ആത്മീയ ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാനായി ശ്രമിക്കുന്നതാണ്. വളരെ കാലമായി സന്താനം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് സന്താനലബ്ധി ഉണ്ടാകുന്നതാണ്. സ്വന്തം ആരോഗ്യകാര്യത്തിലും പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിലും കുറച്ച് ശ്രദ്ധിക്കണം. അതുപോലെ 2ാം വിവാഹത്തിന് കാത്തിരിക്കുന്നവർക്ക് വിവാഹം നടക്കുന്നതാണ്. സഹോദരങ്ങൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം മാറുന്നതാണ്. ജോലിയിലുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും മാറി പുതിയ ജോലി ലഭിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും ധൈര്യവും ആത്മവിശ്വാസവും മിഥുനം രാശിക്കാർക്ക് ഉണ്ടാവുന്നതായിരിക്കും. അടുത്തത് കർക്കിടകം രാശി. ഉണർദം അവസാന കാൽപാദം, പൂയം, ആയില്യം നക്ഷത്രം ചേരുന്ന കർക്കിടകം രാശി. ഈ നക്ഷത്രക്കാർക്ക് രാഹുകേതുക്കളുടെ രാശിമാറ്റം മൂലം വലിയ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ സാധിക്കുന്നതാണ്. എന്നിരുന്നാലും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. എന്തെങ്കിലും രോഗാവസ്ഥ തുടങ്ങുകയാണ് എന്ന് തോന്നുമ്പോൾ തന്നെ വിദഗ്ധ ചികിത്സ നേടേണ്ടതായുണ്ട്. രോഗം മൂർച്ഛിക്കാനായി ഇരിക്കാൻ പാടുള്ളതല്ല. പ്രത്യേകിച്ച് കഴുത്തിന് മുകളിലുള്ള ഭാഗങ്ങളിൽ രോഗാവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളിൽ നിന്ന് ചതി പ്രതീക്ഷിക്കാം. വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ഡോക്യുമെൻസിൽ എന്തെങ്കിലും സൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ വായിച്ച് നന്നായി മനസ്സിലാക്കിയ ശേഷം മാത്രം ഒപ്പുവെക്കുക. വേണമെങ്കിൽ വിദഗ്ധരായിട്ടുള്ളവരുടെ സഹായം സ്വീകരിക്കുക. സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും കണ്ണുമടച്ച് വിശ്വസിക്കാതിരിക്കുക. പണം കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു ലഭിക്കാൻ കുറച്ച് കാലതാമസം വേണ്ടിവരും. പതിയെ മാത്രമാണ് പണം തിരിച്ചു ലഭിക്കുകയുള്ളൂ. കേസിനും വഴക്കിനുമുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങൾക്കും സാധ്യത കാണുന്നു. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും രോഗാവസ്ഥ വരാൻ സാധ്യതയേറെയാണ്. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു മാത്രം സംസാരിക്കുക. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കാൻ സാധ്യതയുണ്ട്. വരവിനേക്കാൾ കൂടുതൽ ചിലവാകുന്ന ഒരു കാലഘട്ടമായിരിക്കും. എന്നിരുന്നാലും ചില സമയങ്ങളിൽ പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് ധനം വന്നു ചേരാനുള്ള യോഗവും കാണുന്നു.
കടങ്ങൾ തീർക്കാനും പുതിയ ജോലി ലഭിക്കുവാനുമുള്ള സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ നന്നായി ആലോചിച്ചു മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യുക. അടുത്തത് ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം, ആദ്യകാൽപാദം ചേരുന്ന ചിങ്ങം രാശി. ഈ രാശിക്കാർക്ക് രാഹുകേതുക്കളുടെയും രാശിമാറ്റം മൂലം ദാമ്പത്യ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അഭിപ്രായ വ്യത്യാസങ്ങളും അകന്നു ജീവിക്കേണ്ടതായും വന്നേക്കാം. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായുണ്ട്. പണം സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതലും ഇടപെടാതെ നോക്കുക. ആർക്കും ജാമ്യം നിൽക്കാതെ നോക്കുക. രേഖകളിൽ ഒപ്പുവെക്കുമ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പൊതുസമൂഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഒറ്റപ്പെട്ട് ജീവിക്കാനായിട്ട് തോന്നും. പല കാര്യങ്ങളിലും വീണ്ടും ചിന്തിക്കേണ്ടതായിട്ട് വരും. അതുപോലെ മാനസികമായി വളരെയേറെ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായി വരും. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതായി തോന്നാം. ആത്മീയ കാര്യങ്ങളിലെല്ലാം താല്പര്യം വർദ്ധിക്കുന്നതാണ്. കുടുംബജീവിതത്തിൽ നിങ്ങളുടെ സ്വന്തക്കാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നുമെല്ലാം നിങ്ങൾക്ക് അകന്നു കഴിയാനായി മനസ്സിന് തോന്നുന്നതായിരിക്കും. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പുതിയ പ്രണയബന്ധങ്ങളിൽ ചെന്നു ചാടാൻ സാധ്യതയുണ്ട്. അത് പിൻകാലത്ത് ദോഷകരമായി മാറും. അതിനാൽ വളരെ ശ്രദ്ധിക്കുക. അടുത്തത് കന്നിരാശി. ഉത്രം അവസാന 3 പാദങ്ങൾ, അത്തം, ചിത്തിര ആദ്യ 2 പാദങ്ങൾ ചേരുന്ന കന്നിരാശി. ഇവർക്ക് രാഹുകേതുക്കളുടെ രാശിമാറ്റം വളരെ നല്ല ഫലങ്ങളായിരിക്കും ഉണ്ടാകുക. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിച്ചു കൊണ്ടിരുന്ന പല ദോഷങ്ങളും ഇപ്പോൾ മാറിക്കിട്ടുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും. ഇതെല്ലാം മാറി നിങ്ങൾക്ക് മനസ്സിന് വളരെയധികം സന്തോഷം രാഹു നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ശത്രുദോഷങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. കടങ്ങളെല്ലാം വീട്ടാൻ പറ്റുന്നതായിരിക്കും. രോഗാവസ്ഥയെല്ലാം മാറിക്കിട്ടുന്നതാണ്. നിങ്ങൾ ലോണിന് വേണ്ടി ബാങ്കുകളിൽ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തരാനുള്ള സാധ്യതയേറെയുണ്ട്. ജോലി സംബന്ധമായി ഉണ്ടായിരുന്ന എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടുന്നതാണ്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടുന്നതാണ്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജോലി ലഭിക്കും. ജോലിയിൽ പ്രമോഷൻ, ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറി ദമ്പതികൾ അകന്നു ജീവിക്കുന്നവരാണെങ്കിൽ ഒന്നിച്ച് ജീവിക്കും. വിവാഹത്തിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള പഠനം മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നതാണ്. വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്നതാണ്. കൂടാതെ ആത്മീയ കാര്യങ്ങളിൽ വളരെയധികം താല്പര്യം വർദ്ധിക്കുന്നതാണ്. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും സംഭവിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ പല ക്ഷേത്രങ്ങളും സന്ദർശിക്കാനുള്ള സാധ്യതയേറെയാണ്. വസ്തു, വാഹനം എന്നിവ വാങ്ങിക്കാനുള്ള യോഗം കാണുന്നു. പൊതുവെ കന്നിരാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങളാണ് ലഭിക്കുന്നത്. അടുത്തത് തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം ചേരുന്ന തുലാം രാശി. ഇവർക്ക് രാഹുകേതു രാശിമാറ്റം മൂലം പ്രശസ്തിയും പദവിയും ലഭിക്കുന്നതാണ്. ധനനേട്ടത്തിന് യോഗം കാണുന്നു. കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് രാജയോഗമാണ് വരാനിരിക്കുന്നത്. വളരെ കാലമായി കുട്ടികളെ ആഗ്രഹിക്കുന്നവർക്ക് സന്താനലബ്ധി ഉണ്ടാവുന്നതാണ്. പേരും പ്രശസ്തിയും നിങ്ങളെ തേടിയെത്തുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുടുംബദേവതയുടെ അനുഗ്രഹം ഉണ്ടാവുന്നതുമാണ്. കൂടാതെ കുടുംബക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കുവാൻ സാധ്യത ഉണ്ടാക്കുന്നതാണ്. മക്കളിൽ നിന്ന് ശുഭകരമായ വാർത്തകൾ കേൾക്കാനുള്ള യോഗം ഉണ്ടാകുന്നതാണ്. പുതിയ വീട്, വാഹനം എന്നിവയ്ക്കുള്ള യോഗം കാണുന്നു. പൊതുവെ തുലാം രാശിക്കാർക്ക് ഈ 1.5 വർഷ കാലഘട്ടം വളരെ നല്ല സമയമായിരിക്കും. അടുത്തത് വൃശ്ചികം രാശി. വിശാഖം അവസാന കാൽപാദം, അനിഴം, തൃക്കേട്ട നക്ഷത്രം ചേരുന്ന വൃശ്ചികം രാശി. വൃശ്ചികം രാശിക്കാർ ഇപ്പോൾ നിലവിലുള്ള ജോലി മാറാതെ അതിൽ തന്നെ നിലനിൽക്കാൻ ശ്രമിക്കേണ്ടതാണ്. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വൻ ലാഭങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പൊതുവെ നല്ല സമയമാണ്. വീട്, വാഹനം എന്നിവ വാങ്ങാനുള്ള യോഗമുണ്ട്. അത് അത്ര വലിയതല്ലെങ്കിലും ചെറുതാണെങ്കിലും നിങ്ങൾക്ക് വാങ്ങാനുള്ള യോഗം കാണുന്നു. സർക്കാർ ജോലി ലഭിക്കാനുള്ള യോഗം കാണുന്നു. അതുപോലെ മാതാവുമായി കലഹത്തിൽ ഏർപ്പെടാതിരിക്കുക. വിദേശവാസത്തിന് യോഗം കാണുന്നു. വിദേശത്ത് നല്ല ജോലി ലഭിക്കാനും അവിടെ വീട്, വാഹനം എന്നിവ വാങ്ങാനും യോഗം കാണുന്നു. ജോലി ചെയ്യുന്ന സ്ഥലത്ത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങൾ ഒരു കാരണവശാലും ജോലി വിട്ടുകളയാൻ പാടുള്ളതല്ല. പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഷെയർ ട്രേഡിംഗ് പോലെയുള്ളതിൽ പുതിയതായി നിക്ഷേപങ്ങൾക്ക് നിൽക്കാതിരിക്കുക. മറ്റുള്ളവരുടെ വിമർശനങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകുക. കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ചിന്തിച്ച് ദുഃഖിക്കാതിരിക്കുക. ദൈവാധീനം കുറച്ച് കുറവുള്ള സമയമായിരിക്കും. അതിനാൽ മറ്റുള്ളവരായി കലഹത്തിനൊന്നും പോവാതിരിക്കുക. അതുപോലെ തന്നെ മധ്യസ്ഥത വഹിക്കാതിരിക്കുക. സ്വന്തം കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോവുക. അടുത്തത് ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യകാൽപാദം ചേരുന്ന ധനുരാശി.
ഈ രാഹുകേതുക്കളുടെ രാശിമാറ്റം നിങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും വളരെയധികം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. സഹോദരങ്ങൾ തമ്മിലുണ്ടായ പിണക്കങ്ങളെല്ലാം മാറി കുടുംബത്ത് സന്തോഷവും സമാധാനവും വന്നു ചേരുന്നതാണ്. മാർക്കറ്റിംഗ് മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് തൊഴിലിൽ നല്ല നേട്ടമുണ്ടാകുന്നതാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതാണ്. ഏറ്റെടുക്കുന്ന കാര്യങ്ങളെല്ലാം വിജയിക്കുന്നതായിരിക്കും. നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ആഗ്രഹങ്ങൾ പതിയെ പതിയെ എല്ലാം സാധിച്ചു കിട്ടുന്നതായിരിക്കും. എന്നിരുന്നാലും ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ജോലിയിൽ മുന്നേറ്റവും ശമ്പള വർധനവും ഉണ്ടാവുന്നതാണ്. കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങളെല്ലാം നടക്കുന്നതാണ്. ട്രേഡിങ്ങിലെല്ലാം പണം മുടക്കുമ്പോൾ നിങ്ങൾ വളരെ ആലോചിച്ച് മാത്രം ചെയ്യുക. മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കുന്ന കാലഘട്ടമാണ്. പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ അവസരം കിട്ടുമ്പോൾ അത് തീർച്ചയായും ഉപയോഗപ്പെടുത്തുക. അടുത്തത് മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം അവിട്ടം ആദ്യ 2 പാദം ചേരുന്ന മകരം രാശി. രാഹുകേതുവിൻ്റെ ഈ രാശിമാറ്റം മകരം രാശിക്കാർക്ക് സാമ്പത്തികമായി വളരെയധികം നേട്ടം ലഭിക്കുന്നതാണ്. വരാനിരിക്കുന്ന 1.5 വർഷ കാലഘട്ടം പണത്തിന് നിങ്ങൾക്ക് യാതൊരുവിധ പഞ്ഞവും ഉണ്ടാവാൻ സാധ്യതയില്ല. ധാരാളം പണം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കുടുംബത്തിൽ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കുന്നതാണ്. കൂടാതെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള യോഗം കാണുന്നു. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ആരോഗ്യപരമായി കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അനാവശ്യ വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. സംസാരത്തിൽ നിയന്ത്രണം പാലിക്കേണ്ടതാണ്. അഷ്ടമത്തിലെ കേതു ചില ചില്ലറ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. ഉദരസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗം വളരെ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകും. കടബാധ്യതകളെല്ലാം കൊടുത്തു തീർക്കാൻ സാധിക്കുന്നതാണ്. വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവരെല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ്. അപകട സാധ്യത കുറച്ച് കൂടുതലുള്ള സമയമാണ്. അതിനാൽ വാഹനം ഓടിക്കുമ്പോഴെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. സർക്കാർ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചില അപകീർത്തികൾ വന്നു ഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അനാവശ്യമായി മനസ്സിൽ കുറച്ച് ഭയം അലട്ടിക്കൊണ്ടിരിക്കും. വിഷബാധ ഏൽക്കാനുള്ള സാധ്യത കാണുന്നു. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുണ്ടാവും. ക്ഷേത്രങ്ങളിൽ ദർശനത്തിന് പറ്റുന്ന സമയങ്ങളിലെല്ലാം ക്ഷേത്ര ദർശനം നടത്തുക. അടുത്തത് കുംഭം രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം പൂരുരുട്ടാതി ആദ്യ 3 പാദങ്ങൾ ചേരുന്ന കുംഭം രാശി. ഇവർക്ക് രാഹുകേതുക്കളുടെ രാശിമാറ്റം മൂലം എല്ലാ കാര്യങ്ങളിലും വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. ഒന്നിനും ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഒരു അവസ്ഥയുണ്ടാകും. അനാവശ്യ ചിന്തകൾ, ഉറക്കമില്ലായ്മ, ചെറിയ കാര്യങ്ങൾ വലിയ രീതിയിൽ കണ്ട് പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. എന്നിരുന്നാലും ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ പരിഹരിച്ച് മുന്നേറുന്നതായിരിക്കും. ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടാകുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ദമ്പതികൾ തമ്മിൽ അകന്നു ജീവിക്കാനുള്ള യോഗവും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ നല്ല വശവും ചീത്ത വശവും സ്വയം വിലയിരുത്തേണ്ടതാണ്. മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. ബിസിനസ് ചെയ്യുന്നവർ കുറച്ച് കരുതിയിരിക്കേണ്ടതാണ്. അതുപോലെ ആരോഗ്യകാര്യം കുറച്ച് ശ്രദ്ധിക്കണം. ഉദരസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സർക്കാർ ജോലി ചെയ്യുന്നവർക്ക് മാനഹാനി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കുറച്ചു കാലം കാത്തിരിക്കേണ്ടതായി വരുന്നതാണ്. ജീവിത പങ്കാളിക്ക് രോഗം വരാൻ സാധ്യതയുണ്ട്. യഥാവിധി ചികിത്സ നേടേണ്ടതാണ്. വിദേശയാത്രക്ക് യോഗം കാണുന്നു. വിദേശത്ത് താമസിക്കുന്നവർക്ക് കുറച്ച് അനുകൂലമായ കാലഘട്ടമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർ കുറച്ച് അധികം കഠിന പരിശ്രമം ചെയ്യേണ്ടതായിട്ടുണ്ട്. ദൈവാധീനം കൂടെയുള്ളതിനാൽ അവരുടെ പരിശ്രമം വിജയത്തിലെത്തുന്നതായിരിക്കും. അടുത്തത് മീനം രാശി. പൂരുരുട്ടാതി അവസാന കാൽപാദം, ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശി. രാഹുകേതുക്കളുടെ മാറ്റം വളരെ അനുകൂലമായ കാലഘട്ടമാണ് ഇവർക്ക്. വിദേശയാത്രയ്ക്ക് യോഗം കാണുന്നു. ദീർഘകാലമായി വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതൊന്ന് സാധിച്ചു കിട്ടുന്നതാണ്. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. മനസ്സിന് കുറച്ച് സന്തോഷവും സമാധാനവും ലഭിക്കുന്ന സമയമായിരിക്കും. ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും വ്യക്തത ലഭിക്കാതിരുന്ന മീനം രാശിക്കാർക്ക് ഇനി എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തത ലഭിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായ രീതിയിൽ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് മീനം രാശിക്കാർക്ക് വരാനിരിക്കുന്നത്. വിവാഹത്തിന് യോഗം കാണുന്നു. ചെറിയ ബിസിനസ് തുടക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമാണ്. അതുപോലെ തന്നെ വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അവിടെ ജോലി ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് സാധിക്കുന്നതായിരിക്കും. ഷെയർ ട്രേഡിംഗ്, ലോട്ടറി എന്നിവയിൽ നിന്ന് ഭാഗ്യം വന്നു ചേരും. അപ്രതീക്ഷിത ഭാഗ്യം വന്നു ചേരാനുള്ള യോഗമുണ്ട്. നേരത്തെ ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ നടന്നു കിട്ടുന്നതാണ്. നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷമങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. രോഗദുരിതങ്ങൾ ശമിക്കുകയും വലിയ കടബാധ്യതകളെല്ലാം വീട്ടാൻ സാധിക്കുന്നതുമാണ് ഈ കാലഘട്ടത്തിൽ. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളും വഴക്കുകളും എല്ലാം തീർന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ്. കോപം കുറച്ച് സമാധാനപരമായി മുന്നോട്ട് പോകുക.